അസ്സാം വലൈക്കും വറഹമത്തുള്ള. നിങ്ങളെ ഞാൻ ഈ വോയിസ് കേട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി നിങ്ങളെ വോയിസ് കേട്ടപ്പോൾ. കാരണം വെച്ചാൽ എൻ്റെ പേര് അബ്ദുൽ നാസർ എന്നാണ്. എൻ്റെ നാട് തിരൂർ. തിരൂർ എന്ന് പറഞ്ഞാൽ തിരൂർ മംഗലം എന്ന് പറയും. അവിടെ തണ്ടത്ത് എന്നാണ് പറയുക. ഷാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ വഹാബികൾ എന്നാണ് ഞങ്ങളെ വിളിക്കാറ് പൊതുവെ. ഞാൻ 7 വർഷം കൊണ്ട് മുജാഹിദായ ആളോ അല്ലെങ്കിൽ ഒരു 8 വർഷം കൊണ്ട് മുജാഹിദായ ആളോ അല്ല. മറിച്ച് ഒരു 3-4 വർഷമായിട്ട് സുന്നിയായ ആളാണ്. ജന്മം കൊണ്ട് മുജാഹിദായി ജനിക്കുകയും എൻ്റെ ഉപ്പയും എൻ്റെ കുടുംബവും എല്ലാം മുജാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹാബികൾ എന്നറിയപ്പെടുന്ന ഒരു കുടുംബത്തിലുള്ളതാണ് ഞാൻ. മനസ്സിലായിട്ടാ. പിന്നീട് ഞാനെങ്ങനെ സുന്നിയായി, അതുമാതിരി തന്നെ എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബവും ഒരു കുടുംബത്തിൽ ഭൂരിഭാഗം തന്നെ ഉമ്മ അടക്കം. കാരണം എൻ്റെ ഉമ്മ ഒക്കെ തന്നെ മരിച്ചോടത്ത് നിന്ന് ഓതുന്നുണ്ട് കഴിഞ്ഞാൽ ആ വൈക്ക് കൂടെ പോകാത്താളാണ്. അങ്ങനത്തെ ഉമ്മ വരെ മാറാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ റാഫി സാഹിബ്, അതുമാതിരി തന്നെ കുറ്റിപ്പുറ അബ്ദുൾ റസാഖ് മൗലവി, അങ്ങനെയുള്ള ആൾക്കാരെ ഓരോരുത്തരെയും പ്രസംഗം കേട്ടിട്ട്. കാരണം അത് ചോദിക്കുന്നതിന് യാതൊരുവിധ തെളിവുകളും തരാൻ കഴിയില്ല. പിന്നീടുള്ളത് ഒളിച്ചോട്ടമാണ് അടുത്തത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തുടരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് തുടരെ നമ്മൾക്ക് വരുന്ന സംശയങ്ങൾ, നമ്മളെ സ്നേഹിതന്മാർക്ക് ഒരുപാട് സുന്നികളും ഒരുപാട് മറ്റ് ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാരും ഇതര സമുദായക്കാരും ഉണ്ട്. അപ്പം അത്രയും ആൾക്കാരിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മൾ തമ്മിൽ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ സംസാരങ്ങളും, അതുമാതിരി തന്നെ ജുമാക്ക് പോക്കും. എൻ്റെ വൈഫൊക്കെ സ്ഥിരമായിട്ട് ജുമാക്ക് പോകുന്ന ആളാണ്. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ നഹ കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് ജുമാക്ക് പോകുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഈ സ്ത്രീ പള്ളി പ്രവേശനത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഇതിനു മുൻപ് തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയും കേൾക്കുകയും പലരും എന്നോട് ഉപദേശിക്കുകയും പോകാൻ പാടില്ല, വൈഫിനെ പറഞ്ഞയക്കരുത്, തെറ്റായ ഒരു കാര്യമാണ് എന്ന് സുന്നി സുഹൃത്തുക്കളും നമ്മളെ സുഹൃത്തുക്കൾ അത് നിർബന്ധമായിട്ട് പോകണം എന്നുള്ള കാര്യത്തിലും അങ്ങനെ ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്ന് ഇങ്ങനെ സ്റ്റഡി ചെയ്തു. എന്താണ് ഇതിൻ്റെയൊക്കെ ശരി, എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. എനിക്കിതിനെ പറ്റിയിട്ടാണ് കൂടുതൽ ആധികാരികമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അത്രമാത്രം ഒരു കിതാബി പണ്ഡിതനോ അല്ലതാനോ. അപ്പോൾ എന്താണ് ചെയ്യുക, അതിനാണ് നല്ല ഏതെങ്കിലും കുറേ ഗ്രൂപ്പുകളിൽ ഞാൻ ചേർന്നു. പലരും എൻ്റെ മനസ്സിലുള്ള ചോദ്യം എനിക്ക് ചോദിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ വളരെ വിദഗ്ധമായി പലരും ചോദിക്കുകയും അതിനൊക്കെ ഒരു മറുപടിയും കൊടുക്കാൻ കഴിയാതിരിക്കുകയും മാത്രവുമല്ല സുന്നി ഉസ്താദന്മാർ അതിനെ ഗണ്ണിക്കുകയും അതാണ് ശരിയെന്ന് സ്ഥാപിക്കുകയും മറിച്ച് തെറ്റിപ്പോവുകയും ചീത്ത വിളിക്കുകയും ഗ്രൂപ്പിൽ അലങ്കോലപ്പെടുത്തുകയും ചെയ്തത് പലപ്പോഴായിട്ട്. ഇപ്പോൾ ഒരുപാട് ഞാനും അതിന് കൂട്ടുന്ന വ്യക്തിയാണ്. ഒരുപാട് ഇതിന് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വയബുദ്ധിയുള്ള ഒരു മനുഷ്യനിക്ക് ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു പ്രശ്നമാണ് എന്തോ ഇതിലുണ്ടല്ലോ എന്നുള്ളത്. പിന്നീട് ഇങ്ങനെ നോക്കി വലിയ വലിയ പണ്ഡിതന്മാരുടെയും മറ്റുള്ളവരുടെയും പ്രസംഗം ഞാൻ ഗ്രൂപ്പുകളിൽ നിന്ന് മാറി യൂട്യൂബ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്ത് നോക്കുമ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മുടെ പണ്ഡിതന്മാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്ന പല ക്ലിപ്പുകളാണ് കേൾക്കുന്നത്, പലതുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ മാറിയത്. മനസ്സിലായിട്ടാ. ഇത് 8 വർഷത്തെ പരിചയമല്ല, ഒരു കുടുംബത്തിൻ്റെ പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ശരിക്കും ചിന്തിച്ചിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നുണ്ടോ ഇല്ലയോ. പക്ഷേ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാത്ത വ്യക്തിയാണ്. എനിക്ക് ചോദിക്കേണ്ടതായ ചില ചോദ്യം എങ്ങനെ ചോദിക്കണം എന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ ഗ്രൂപ്പിലുള്ള പലരും അത് വിദഗ്ധമായി ചോദിക്കാറുണ്ട്. വളരെ വിദഗ്ധമായി ഞാൻ ചോദിക്കണം എന്ന് ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മുജാഹിദ് സുഹൃത്തുക്കൾ ചോദിക്കുകയും സുന്നികളോട്, എന്നിട്ട് സുന്നികൾ അതിന് വിദഗ്ധമായി മറുപടി പറയുകയും എന്നിട്ട് അത് വളരെ വിദഗ്ധമായി മുങ്ങുകയും ചീത്ത പറയുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പല അവസ്ഥകളും ഞാൻ അബ്ദുൾ റസാഖ് മൗലവിൻ്റെ പല ക്ലിപ്പുകളും എൻ്റെ കയ്യിലുണ്ട്. കാരണം വെച്ചാൽ അത് അങ്ങനെ പറ്റിപ്പോയത് കാരണം ഞാൻ അത്രയും മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, അതുമാതിരി തന്നെ നൗഷാദും മങ്കട എന്ന് പറയുന്ന വേറൊരു ടീമുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതായത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെ വെറും കള്ളത്തരം പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സീസ് എന്തെന്നാ പറയാ. അതായത് അങ്ങനത്തെ അത്രയും ഒരു നീചമായിട്ട് പിന്നീട് എനിക്ക് അവരോട് തോന്നുന്നതിൻ്റെ അത്രയും വലിയ ലെവലിൽ ഞാൻ അവരെ മനസ്സിലിരുത്തിയിരുന്ന ഒരു വ്യക്തികളെ വളരെ നീചമായി പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നു. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ള. പല ഉസ്താദുമാർ അവരോട് സംസാരിക്കുകയും എന്നിട്ട് അവരെ വളരെ മോശക്കാരനാക്കി സൗണ്ട് ഇട്ട് ഒച്ചയിട്ട് സംസാരിച്ച് അവരെ വളരെ മോശക്കാരനാക്കുകയും തലക്കെട്ടിനെയും താടിയെയും കുറ്റം പറയുകയും മറ്റുള്ളതും മഹാന്മാരെ ഇഴത്തി ചീത്ത പറയുകയും ചെയ്യുക എന്നല്ലാതെ ചോദിച്ചതിന് ശരിയായ രീതിയിൽ ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാനൊക്കെ എന്തായത് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും മാറി നിൽക്കാനുണ്ടായ കാരണം.